ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഫ് ന്യൂ ടു മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടിപ്പ് ഫോർ ദ ഡേ: ബി സിമ്പിൾ, ഗെറ്റ് റെഡി ടു ലേൺ ബേസിക് റിലേഷണൽ എക്സ്പ്രഷൻ. ഇന്ന് നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻസ് സിൻടാക്സ് ആണ് പറയാൻ പോണത്. കോൺസ്റ്റന്റ്, വേരിയബിൾ, എക്സ്പ്രഷൻ, റിലേഷണൽ ഓപ്പറേറ്റർ, കോൺസ്റ്റന്റ്, വേരിയബിൾ, എക്സ്പ്രഷൻ. കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, എക്സ്പ്രഷൻ ആവാം, പിന്നീട് റിലേഷണൽ ഓപ്പറേറ്റർ ആവാം, പിന്നെ റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, എക്സ്പ്രഷൻ ആവാം. എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മീനിങ്ങുമാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഈക്വൽ ടു, ബേസിക്കിൽ ഒരു ഈക്വൽ മതി ഈക്വൽ ടുവിന്. എന്നാൽ സിയും C++ലാണെങ്കിൽ രണ്ട് ഈക്വൽ ടു വേണം ഈക്വൽ ടുവിന് വേണ്ടിയിട്ട്. ലെസ് ദാൻ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഈ സിമ്പിൾസ് ഒക്കെയാണ് ഈ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻസ്: B² - 4AC. ബി എന്താണ്? ഒരു വേരിയബിൾ ആണ്. എ ഒരു വേരിയബിൾ ആണ്, സി ഒരു വേരിയബിൾ ആണ്. അങ്ങനെ വേരിയബിൾസ്, കോൺസ്റ്റന്റ്, 4 ഒരു കോൺസ്റ്റന്റ് ആണ്, മൈനസ് എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. ഇതെല്ലാം ചേർത്താണ് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് നമ്മളൊരു ബേസിക് കോഡിങ്ങിൽ എഴുതുക എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ 20 സ്റ്റേറ്റ്മെന്റ് നമ്പർ 20 കൊടുക്കുക. ഇഫ് opening parenthesis 2 times b into b minus 4 into a into c closing parenthesis equal to 0 close parenthesis again then 90. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ടോ അത്രയും ക്ലോസിംഗ് ബ്രേസസ് ഉണ്ടായിരിക്കണം. പിന്നെ മോഡുലസ് ഓഫ് B² - 4AC ലെസ് ദാൻ 0.0001. 30. ഇഫ് ABS ഓഫ് രണ്ട് ഓപ്പണിംഗ് parenthesis b into b minus 4 into a into c closing parenthesis less than or equal to 0.0001 closing parenthesis then 90. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ഓപ്പണിംഗ് parenthesis ഉണ്ട്, രണ്ട് ക്ലോസിംഗ് parenthesis ഉണ്ട്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അതിനു മുൻപ് ABS പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ. ഇത് കണ്ടോ, മോഡുലസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B² - 4AC ലെസ് ദാൻ 0.0001നെ നമ്മൾ ബേസിക് സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ എഴുതണം. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ABS, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, രണ്ട് പ്രാവശ്യം ഓപ്പൺ ചെയ്യുക. B into B minus 4 into A into C ക്ലോസിംഗ് parenthesis ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതെന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. 0.0001 ക്ലോസ് parenthesis again then 90. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആൻഡ്, കൺജങ്ഷൻ, ഓർ, ഡിസ്ജങ്ഷൻ, നോട്ട്, ലോജിക്കൽ നെഗേഷൻ. ഇതെങ്ങനെയാണ് നമ്മളൊരു ബേസിക് കോഡിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. 20 ലൈൻ നമ്പർ സ്റ്റേറ്റ്മെന്റ് നമ്പർ 20 കൊടുക്കുക. ഇഫ് പാരന്തസിസ് ഓപ്പൺ ചെയ്യുക, A greater than 60. ഇതെന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ആൻഡ്, ഇവിടെ കണ്ടോ, ഈ ആൻഡ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ. B greater than 100. ഇതെന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. greater than 100. 30. ഇഫ് A greater than 60 or B greater than 100. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻഡ് ആണെങ്കിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഐദർ A greater than 60 ആയാൽ മതി, അല്ലെങ്കിൽ B greater than 100 ആയാൽ മതി. വേറാസ് ആൻഡിൽ എന്താണ്? A greater than 60 ആവും വേണം, B greater than 100 ആവും വേണം. പിന്നെ 40. ഇഫ് ട്രൂ ദെൻ നോട്ട് ട്രൂ. ഇഫ് ട്രൂവിൻ്റെ സ്ഥലത്ത് 1 ആണ്, നോട്ട് ട്രൂ ആണെങ്കിൽ 0. ഇഫ് 1 ദെൻ 0 എന്ന് പറയുന്ന പോലെ തന്നെ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? 40 ഇഫ് ട്രൂ ദെൻ നോട്ട് ട്രൂ. ട്രൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 1നെയും നോട്ട് ട്രൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0നെയാണ്. ഇതിനൊരു ട്രൂത്ത് ടേബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്ററിന് ഒരു ട്രൂത്ത് ടേബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈ, എക്സ് ആൻഡ് വൈ, 0 0 0. ആൻഡ് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ സൈനായിട്ട് മനസ്സിൽ കാണുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്താണ്? 0 0 ആകുമ്പം 0. 0 into 1 0, 1 into 0 0, 1 into 1 1. ഇവിടെ ജോർജ് ബുൾ കൺസെപ്റ്റ് പ്രകാരം ഒരിക്കലും 2 3 4 5 അങ്ങനെയൊന്നും ആവില്ല. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അടുത്തത് ട്രൂത്ത് ടേബിൾ ഓറിൻ്റെ ആണ്. 20 ഇഫ് A greater than 60 or B greater than 100. അതാണല്ലോ ഓർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? എക്സ് വൈ, എക്സ് ഓർ വൈ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓർ ആണെങ്കിൽ പ്ലസ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1
1. ഇവിടെ 2 അല്ല, 2 3 ഒന്നും അല്ല. 1 + 1 എന്താണ്? 1 ആണ്, അക്കോർഡിംഗ് ടു ജോർജ് ബോൾ കൺസെപ്റ്റ്. അടുത്തത് നെഗേഷൻ്റെ ആണ്. 40. ഇഫ് ട്രൂ ദെൻ നോട്ട് ട്രൂ. ട്രൂവിനെ നമ്മൾ പറഞ്ഞു 1 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, നോട്ട് ട്രൂവിനെ 0 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇഫ് 1 ദെൻ 0. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് എക്സ് നോട്ട് എക്സ്. എക്സ് 0 ആണെങ്കിൽ നോട്ട് എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സ് 1 ആണെങ്കിൽ നോട്ട് എക്സ് 0 ആയിരിക്കും. ഇതിനെ കുറച്ച് എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. 20. ഇഫ് റെയിനിങ് ദെൻ ടേക്ക് അംബ്രല്ല. കണ്ടോ, റെയിനിങ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡബിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നു. ദെൻ ടേക്ക് അംബ്രല്ല സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നു. 30. ഇഫ് ട്രൂ ദെൻ നോട്ട് ട്രൂ. ട്രൂ 1 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക, നോട്ട് ട്രൂ 0 ആയിരിക്കും. അപ്പോൾ അത് എന്തുപോലെയാണ്? ഇഫ് 1 ദെൻ 0 എന്ന് പറയുന്ന പോലെ. 50. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 55 ഓർ എക്സ്പീരിയൻസിൻ്റെ EXP മാത്രമേ എടുത്തിട്ടുള്ളൂ, ഗ്രേറ്റർ ദാൻ 25 ദെൻ 200. 200 ഇസ് ഗോ ടു ലൈൻ നമ്പർ 200 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 55 ആവുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ ദാൻ 25 ആവുക. അടുത്തത് 60. ഇഫ് സ്കോർ ലെസ് ദാൻ 600 ആൻഡ് ഇയർ ഗ്രേറ്റർ ദാൻ 1965 ദെൻ ഗോ ടു ലൈൻ നമ്പർ 100. ഇവിടെ എന്താണ്? ആൻഡ് ആയതുകൊണ്ട് തന്നെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണം. ഒന്നെങ്കിൽ സ്കോർ ലെസ് ദാൻ 600 ആവും വേണം, കൂടാതെ ഇയർ ഗ്രേറ്റർ ദാൻ 1965 ആവും വേണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലും മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ഇപ്പോൾ റീക്യാപ്പ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പഠിച്ചത്? റിലേഷണൽ എക്സ്പ്രഷൻസ് എന്താണെന്ന് നോക്കി, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, നെഗേഷൻ, ട്രൂത്ത് ടേബിൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഗെറ്റ് റെഡി ടു ലേൺ ബേസിക് ലൈബ്രറി ഫങ്ഷൻസ്. ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ലൈബ്രറി ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ABS of x, absolute value of x, cos of x, cosine of x, int of x, largest integer not greater than x, log of x, natural logarithm of x, SGN of x, sin of x, SIN of x, sin of x, SQRX, square root of x, tab of x, carriage control to provide x spaces, tan of x, tangent of x. 10. Input a comma n. 20. Let x equal to a into SQR of n. 30. Print x. 40. End. ഇവിടെ നമ്മൾ ഒരു ലൈബ്രറി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഇൻപുട്ട് a comma n. ആദ്യം എയും എന്നും വാരിയബിൾസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ വാരിയബിൾസിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കും. എന്തുകൊണ്ടാ? കേഴ്സർ റെഡി ആയിട്ട് നിൽക്കും ഫോർ us to enter the values. 20. let x equal to a into SQR of n. ആ SQR of n എന്ന് പറയുന്നത് അത് ലൈബ്രറി ഫംഗ്ഷൻ ആണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ എക്സിലേക്ക് ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? 30 പ്രിന്റ് എക്സ്, എക്സിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിന്റ് ചെയ്യും. 40 എൻഡ്. സോ ലൈബ്രറി ഫങ്ഷൻസ് ആർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഫങ്ഷൻസ് അല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ലൈബ്രറി ഫങ്ഷൻസ് ആർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. റീക്യാപ്പ്, നമ്മളിപ്പോൾ ഇന്ന് എന്താ പഠിച്ചത്? ലൈബ്രറി ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ബേസിക്കിന്റെ പ്രിന്റർ കൺട്രോൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രിന്റർ കൺട്രോൾസ്: പ്രിന്റ്, ഐറ്റം, സെപ്പറേറ്റർ, ഐറ്റം, സെപ്പറേറ്റർ. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പ്രിന്റർ കൺട്രോൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പ്രിന്റർ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അത് നമ്മൾ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടിന് കുറച്ച് ഭംഗി കൊടുത്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ഔട്ട്പുട്ടിനെ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ പ്രിന്റർ കൺട്രോൾസ് ഉപയോഗിക്കുന്നത്. ദ ഔട്ട്പുട്ട് വിച്ച് വി പ്രൊഡ്യൂസ് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രിന്റ് കമാൻഡ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. അത് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം. പ്രിന്റ് കമാൻഡ് വെച്ച് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? നമുക്കത് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം. പേഴ്സൺ ഹൂ ഡു കോഡിംഗ് ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് to its appearance and clarity of the output produced by the program. ആ തരുന്ന ഔട്ട്പുട്ടിന് കുറച്ചൊരു ഫോമാറ്റിംഗ് കൊടുത്ത് നല്ലൊരു സ്റ്റൈലാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പ്രിന്റർ കൺട്രോൾസ് ഉപയോഗിക്കുന്നത്. ഐറ്റംസ് ക്യാൻ ബി, ഈ ഐറ്റംസ് എന്താവാം? കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, ക്യാരക്ടർ സ്ട്രിംഗ് ആവാം. ഇവിടെ കണ്ടോ, പ്രിന്റ്, ഐറ്റം, സെപ്പറേറ്റർ, ഐറ്റം, സെപ്പറേറ്റർ.
ഐറ്റംസ് ക്യാൻ ബി, ഈ ഐറ്റംസിന്റെ സ്ഥാനത്ത് എന്തൊക്കെയാവാം? ഒരു കോൺസ്റ്റന്റ് ആവാം, വാരിയബിൾ ആവാം, ക്യാരക്ടർ സ്ട്രിങ് ആവാം, പിന്നെ കൂടാതെ ടാബ് എന്ന് പറയുന്നതൊക്കെ ആവാം. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്? പ്രിന്റ് എക്സ് ആണ്. പ്രിന്റ് $n കണ്ടതെന്ന് ഡോളർ സൈൻ കണ്ട് തന്നെ മനസ്സിലാക്കണം അതൊരു സ്ട്രിങ് ആണ്. പ്രിന്റ് എക്സ് ഇത് ഡബിൾ കോട്ട്സിൽ കൊടുത്ത കാരണം അതൊരു സ്ട്രിങ് ആണെന്ന് മനസ്സിലായി. വേറാസ് പ്രിന്റ് എക്സ് എന്താണ്? ഒരു വാരിയബിൾ ആണെന്ന് മനസ്സിലായി. വാരിയബിളിന്റെ അകത്തുള്ള എന്താണോ അതാണ് പ്രിന്റ് ചെയ്യുന്നത്. $n എന്ന് പറയുന്ന സ്ട്രിങ് വാരിയബിളിന്റെ അകത്തുള്ള എന്താണോ അതാണ് പ്രിന്റ് ചെയ്യുക. ഇത് ഡയറക്റ്റ് ആയിട്ട് എക്സ് തന്നെ സ്ട്രിങ് കോൺസ്റ്റന്റ്, കാര്യം എക്സ് ഡബിൾ കോട്ട്സിൽ കൊടുത്ത കാരണം അതൊരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്, അതാണ് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് കൺട്രോൾസ് കുറച്ചുകൂടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രിന്റ് 10/3 10/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3.33 എന്നുള്ളത് കിട്ടും അല്ലെ? അതാണ് നമുക്ക് കിട്ടുന്നത്. പ്രിന്റ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ബൈ വൈ. ഈ എക്സും വൈയും ഒക്കെ എന്താണ്? വാരിയബിൾസ് ആണ്. ഈ വാരിയബിൾസിന്റെ അകത്ത് എന്താണോ ഉള്ളത്, എക്സിന്റെ അകത്തുള്ള ആ കണ്ടന്റ് ഇൻറ്റു വൈയുടെ അകത്തുള്ള കണ്ടന്റ് മൈനസ് എക്സ് ബൈ വൈ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. പ്രിന്റ് എക്സ് കോമ വൈ കോമ സെഡ്, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിനകത്ത് എന്താണോ അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വൈൻ്റെ അകത്തുള്ളത് പ്രിന്റ് ചെയ്തതിന് ശേഷം സെഡിന്റെ അകത്ത് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അതേമാതിരി പ്രിന്റ് എക്സ് സെമികോളൻ വൈ സെമികോളൻ സെഡ്. അപ്പൊ ഇവിടെ സെപ്പറേറ്റർ എന്താണ്? സെമികോളൻ ആണ്. നമുക്ക് രണ്ട് സെപ്പറേറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കോമ ഉപയോഗിച്ചു, പിന്നെ സെമികോളൻ ഉപയോഗിച്ചു. പ്രിന്റ് ടോട്ടൽ ഈക്വൽ ടു, ഈ ടോട്ടൽ ഡബിൾ കോട്ട്സിന്റെ അകത്താണ് കൊടുക്കുന്നത്. ടോട്ടൽ ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ക്ലോസ് സെമികോളൻ എസ്. അപ്പം ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്ത കാരണം ടോട്ടൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ എന്തായി മാറി? ഒരു സ്ട്രിങ് ആയി മാറി. അപ്പം ടോട്ടൽ ഈക്വൽ ടു സെമികോളൻ വെച്ചതിന് ശേഷം എസിന്റെ അകത്ത് എന്താണോ, എസ് എന്ന് പറയുന്ന വാരിയബിളിന്റെ അകത്ത് എന്താണോ ഉള്ളത് അതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ കോമാസ് സെമികോളൻസ് ആർ യൂസ് ടു കൺട്രോൾ ദ ഫോർമാറ്റ് ഓഫ് ദ ഔട്ട്പുട്ട്സ്. നല്ല രീതിയിൽ കൊടുക്കാൻ നമ്മളത് കോമയും സെമികോളനും ഒക്കെ ഉപയോഗിക്കുന്നു പ്രിന്റർ കൺട്രോൾസിൽ. കോമ കൺട്രോൾ, അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? കോമ കൺട്രോൾ ആണ്. ദ ഔട്ട്പുട്ട് മീഡിയം ഇൻ ബേസിക് ഇസ് ഡിവൈഡ് ഇൻടു 5 ഈക്വൽ സോൺസ്. ഇതാണ് ഈ ഒരു ഹോറിസോണ്ടൽ ലൈൻ കണ്ടോ? ഈ ഹോറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് സോൺസ് ആണ്. എത്ര സോൺ ഉണ്ട്? 5 സോൺ ഉണ്ട്. ഇത് ഫസ്റ്റ് സോൺ, സെക്കൻഡ് സോൺ, തേർഡ് സോൺ, ഫോർത്ത് സോൺ, ഫിഫ്ത്ത് സോൺ. ഓരോ സോണിലും നമ്മൾ എന്താണോ വാല്യൂ അതാണ് പ്രിന്റ് ചെയ്യുക. രണ്ട് സോണിന്റെ ഇടയിൽ 2 സ്പേസ് ഗ്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് സോൺ കഴിഞ്ഞ് 2 സ്പേസ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം സെക്കൻഡ് സോൺ പ്രിന്റ് ചെയ്യും. അതിനുശേഷം 2 സ്പേസ് ഗ്യാപ്പ് കൊടുത്തിട്ട് തേർഡ് സോൺ പ്രിന്റ് ചെയ്യും. അതിനുശേഷം 2 സ്പേസ് ഗ്യാപ്പ് കൊടുത്തിട്ട് ഫോർത്ത് സോൺ പ്രിന്റ് ചെയ്യും. അതിനുശേഷം 2 ഗ്യാപ്പ് കൊടുത്തിട്ട് ഫിഫ്ത്ത് സോൺ പ്രിന്റ് ചെയ്യും. അതിനുശേഷം 2 ഗ്യാപ്പ്. അങ്ങനെയാണ്. അപ്പൊ ടോട്ടൽ 5 സോൺസ് ആണ് ഉള്ളത്. ഈ ഒരു horizontal line symbol indicates zones. Thus, there are 5 equal zones with 2 spaces in between. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിന്റ് ഡബിൾ കോട്ട്സിനകത്ത് നം കൊടുത്തു, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. ടെമ്പ് കൊടുത്തു, ഡബിൾ കോട്ട്സിനകത്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. സൈസ് കൊടുത്തു, ഡബിൾ കോട്ട്സിനകത്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ ഡബിൾ കോട്ട്സിനകത്ത് റിമാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. Here we cannot print more than 5 items in a line. അടുത്തത് സെമികോളൻ കൺട്രോൾ ആണ്. The items which are separated by semicolons will be printed close together. Computer automatically provide 1 or 2 spaces between items. കണ്ടോ? ഇവിടെയും ഇതേപോലെ സെമികോളൻസ് ആണെങ്കിലും രണ്ട് ഗ്യാപ്പ്, ഇവിടെ 2 ഗ്യാപ്പ്, 2 ഗ്യാപ്പ്, കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് എന്താണ്? സോൺസിനെ റെപ്രസെന്റ് ചെയ്യാണ്. അങ്ങനെ 5 സോൺ ആണ് ഉള്ളത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 20 print 10 semicolon 15 semicolon 20 semicolon 25 semicolon. 30 print 30 semicolon 35 semicolon 40. 40ൽ പ്രിന്റ് വെറും ഒരു പ്രിന്റ് കൊടുത്താൽ എന്താ? ഒരു ബ്ലാങ്ക് ലൈൻ ആണ് വരിക. 50ൽ പ്രിന്റ് എൻഡ്, 60 എൻഡ്. ഇവിടെ മെയിൻ ആയിട്ട് 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് സോണിൽ വരും. 15 സെക്കൻഡ് സോൺ. ഇപ്പൊ സെമികോളൻ ആയതുകൊണ്ട് 2 സ്പേസ് ഗ്യാപ്പ് വെച്ചതിന് ശേഷം 15 വരും. 2 സ്പേസ് ഗ്യാപ്പ് വെച്ചതിന് ശേഷം 20 വരും. 2 സ്പേസ് ഗ്യാപ്പ് വെച്ചതിന് ശേഷം 25 വരും. 2 സ്പേസ് ഗ്യാപ്പ് വെച്ചതിന് ശേഷം 30 വരും. 2 സ്പേസ് ഗ്യാപ്പ് വെച്ചതിന് ശേഷം 35 വരും. 2 സ്പേസ് ഗ്യാപ്പ് വെച്ചതിന് ശേഷം 40 വരും. പിന്നെ വെറുതെ ഒരു പ്രിന്റ്, അപ്പൊ ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യും. പിന്നെ അവസാനം എൻഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും.
60 and എന്താ terminates the program. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കട്ടെ. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.